ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 10 കൊല്ലമായി ഇന്ത്യയിൽ അധികാരത്തിലിടുന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പാക്കിയത് വർഗീയവൽക്കരണമാണ്. ആ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കടുത്ത മതപരമായ വേട്ടകൾ, ഭിന്നതകൾ, അതിൻ്റെ ഭാഗമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും കേരളത്തെ ബാധിക്കത്തില്ല, കേരളത്തിലെ സമൂഹത്തെ ബാധിക്കത്തില്ല, മനുഷ്യൻ്റെ തലച്ചോറിനെ ബാധിക്കത്തില്ല. ഇതിലൊന്നും പെടാതെ മാർക്സിസ്റ്റ് പാർട്ടി വേറെ ഏതോ ദന്തഗോപുരത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ മതി എന്നാണല്ലോ ഇവിടെ ഒരു ആൾ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് വർഗീയവൽക്കരണം നടന്നിരിക്കുകയാണ്. അതിനെതിരായി ജീവൻ മരണ സമരത്തിലാണ് ഇവിടുത്തെ മതനിരപേക്ഷ രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരും അതോടൊപ്പം വിവിധങ്ങളായ വേട്ടയാടപ്പെട്ട മതങ്ങളും. അതിൽ ന്യൂനപക്ഷ മതക്കാരുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്താണിപ്പോൾ? ഈ കേരളത്തിൽ തന്നെ വളരെ ബോധപൂർവം BJP മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഒരു അജണ്ടയാക്കി മാറ്റി അതിൻ്റെ മുന്നിലും ക്രൈസ്തവ മതവിഭാഗത്തെ നിർത്താൻ വേണ്ടി എത്രയോ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തന്നെ നമ്മൾ കേൾക്കുന്ന ചില പേരുകളുണ്ടല്ലോ. ഇവിടെ ഞാനെന്തോ തെറ്റായ കാര്യം പറഞ്ഞു എന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞു. നിങ്ങളുടെ പൂഞ്ഞാറിൽ നിന്നുള്ള മുൻ MLA നിങ്ങളുടെ പാർട്ടി ചേർന്നു. നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയോടൊപ്പം അദ്ദേഹം ഒരു പരിപാടി പങ്കെടുക്കുന്നു. അവിടെ ഒരാൾ ഞങ്ങളുടെ വിദേശ നാണയ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറയുന്നു. ഒരു മതസംഘടനയുടെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആൾ പറയുകയാണ്, ഈ ഒരു ഫോൺ കോളിൽ ഞങ്ങളെ അറിയിക്കണ്ടേ? ഞങ്ങൾ ഇക്കാര്യങ്ങൾ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ സക്സേന എന്തിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഈ കേരളത്തിലെ എല്ലാ അരമനകളിലും വന്നത്? എന്താ നിങ്ങളുടെ പരിപാടി? ഒരു സാധാരണ രാഷ്ട്രീയ പ്രക്രിയയാണോ? ഒരു ഗവർണർക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള വകുപ്പ്? ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അല്ലേ, നിയമവ്യവസ്ഥയല്ലേ? നരേന്ദ്രമോദിയുടെ 10 കൊല്ലക്കാലം ഭയങ്കര ജനാധിപത്യമായിരുന്നു. എല്ലാം നിയമവ്യവസ്ഥയെല്ലാം കൃത്യമായിരുന്നു. ഇതാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഞാൻ ഇവിടെ മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ മാപ്പ് പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല. BJP ഇവിടെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് മറന്നുപോയോ? പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ബിഷപ്പുമാരെ 6 പേര് ചെന്ന് നിവേദനം കൊടുത്തത് എന്തായിരുന്നു വിഷയം? ഇവിടുത്തെ നിരവധിയായ മതമേലധ്യക്ഷന്മാരുടെ പേരിൽ EDയെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ പുതിയൊരു കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അതെന്തായി? എവിടെ പോയി? ഇടതുപക്ഷത്തെ മാത്രമല്ല വേട്ടയാടുന്നത്, ആരെയൊക്കെ വേട്ടയാടുന്നുള്ള നമുക്ക് പുറകെ പോകാം. അതുകൊണ്ട് BJP ഈ പരിപാടിയെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നിട്ട് സുരേഷ് ഗോപി വെറുതെ ഊഞ്ഞാലിലാടി ജയിച്ചൊന്നുമല്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് CPM നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ അയ്യോ CPM അങ്ങ് തോറ്റു. കർണാടകത്തിൽ കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് തോറ്റോ ജയിച്ചോ? ഡൽഹിയിൽ അല്ല, പഞ്ചാബിൽ എങ്ങനെയായിരുന്നു? പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി കൂടെ ഏറ്റുമുട്ടി. നിങ്ങളെന്താ പറഞ്ഞത്? കെജ്രിവാളിന് വേണ്ടി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ പഞ്ചാബിൽ കെജ്രിവാളിൻ്റെ പാർട്ടിക്കെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി. പഞ്ചാബിൽ ഇല്ല, ഇന്ത്യ മുന്നണി. കർണാടകയിൽ 99-ന് ശേഷമുള്ള ഏറ്റവും മികച്ച സംഖ്യയാണ് കോൺഗ്രസിന്റെ സീറ്റ്. അതെ, ഞാൻ സമ്മതിച്ചു. പ്രശ്നം എന്താണ്? മധ്യപ്രദേശിൽ അതില്ല, ഹിമാചൽ പ്രദേശിൽ അതില്ല, ദില്ലിയിൽ അതില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒരുമിച്ച് നിൽക്കുന്ന ഡൽഹിയിൽ ഒരു തരംഗവും ഇല്ല. പിന്നെ ഇവിടെ മാത്രം തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞാലോ? ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പ് നിലയ്ക്ക് ദേശീയമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ എഡ്ജുണ്ടായി. അത് ഞങ്ങൾ സത്യസന്ധമായിട്ട് തുറന്നു പറയുകയല്ലേ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സത്യസന്ധതയല്ലേ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? SDPIക്ക് CPMന് വോട്ട് ചെയ്യേണ്ട എന്നല്ലേ ഞങ്ങൾ SDPക്കാരോട് പറഞ്ഞത്. എന്തുകൊണ്ട് SDPയുടെ വോട്ട് വർജ്യമാണ്? എന്തുകൊണ്ട് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ വോട്ട് വർജ്യമാണ്? അത് വർജ്യമാണെന്ന് പറയാൻ കാരണം നിങ്ങളെ കൂട്ടിയാണ് മോദിയെ തോൽപ്പിക്കാൻ പോകണമെങ്കിൽ മോദി തോക്കുകയല്ല, മോദി ശക്തിപ്പെടുക ചെയ്യുക. അതിന് കാരണം എന്താണ്? മതരാഷ്ട്രീയമാണ്. അതേ മതരാഷ്ട്രീയം ഈ SDPI ഏകപക്ഷീയമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസ് പറഞ്ഞു, വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു SDPയുടെ വോട്ട് SDPIയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. അല്ലല്ല, അതൊക്കെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാമല്ലോ. അപ്പൊ SDPയുടെ വോട്ട് എവിടെയായിരുന്നു? ഞങ്ങൾ പരസ്യ നിലപാടാ പറയണത്. ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഇത്തരം കാര്യമുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞ പോലെ
ഞങ്ങളൊരു മുതലാളിത്തത്തിൻ്റെ പുറകെ പോയിട്ടില്ല. ഈ കേരളത്തിനകത്ത് 8 കൊല്ലത്തിനൊക്കെ ഞങ്ങൾ ഏത് കോർപ്പറേറ്റ് മുതലാളിയാണ് പ്രൊമോട്ട് ചെയ്തത്? വിഴിഞ്ഞം ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അതല്ലാതെ എന്താ ഉള്ളത്? ഞങ്ങൾ സ്കൂൾ നന്നാക്കിയത് പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? ഞങ്ങൾ ആശുപത്രി നന്നാക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? അതിൽ കുറവുകൾ വന്നു എന്നുള്ളത് സത്യം. ആ കുറവുകൾ പിണറായി വിജയൻ്റെ പ്രവർത്തന ദോഷം കൊണ്ടല്ല, കേന്ദ്രം ഉണ്ടാക്കിയ തടസ്സം കൊണ്ടാണ്. ഇതേ പിണറായി വിജയൻ മര്യാദയ്ക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയി. ഈ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം പിടിമുറുക്കി, തടസ്സങ്ങളുണ്ടാക്കി. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട PN പേഴ്സൺ പറയുന്ന പോലെ ഞങ്ങൾ മുതലാളിത്തത്തിൻ്റെ പുറകെ പോവുകയല്ല ചെയ്തത്. ശരി, ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് 900 കാര്യങ്ങളുടെ പ്രകടന പത്രിക വെച്ചത്. അത് നടപ്പാക്കും. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്ന കാര്യം എന്താണ്? ജനദ്രോഹം. ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം, കേരളത്തിലെ LDF സർക്കാരിനേക്കാൾ മികച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ നിങ്ങൾ കാണിച്ചു തരണം. ഞങ്ങൾ അത്രേ അവരോട് അപേക്ഷിക്കുന്നുള്ളൂ. കാരണം കർണാടക കാണിച്ചോ, വേറൊരു ഗവൺമെൻറ് കാണിച്ചോ. ഇവിടെ 2 വാക്കുകൾ പറഞ്ഞു. ആ വാക്കിനോട് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. ഒന്ന്, 10 കൊല്ലത്തെ ജനദ്രോഹമാണ് കോൺഗ്രസിൻ്റെ വാക്ക്. രണ്ടാമത്തതോ കൂട്ടുകച്ചവടം, അഴിമതി. ബഹുമാനപ്പെട്ട പിയേഴ്സിനോട് പറയുന്നു, ഒരു കൂട്ടുകച്ചവടവും കേരളത്തിലില്ല. നിങ്ങൾ കൂട്ടുകച്ചവടം ഉണ്ടേ വെല്ലുവിളിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ വെളിപ്പെടുത്തൂ. ഒരു മുതലാളിയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകച്ചവടം ഇല്ല. നിയമപരിശോധനകളിലെല്ലാം ഒരു കൂട്ടുകച്ചവടം ഇല്ല എന്നാണ് കണ്ടത്. ഉണ്ടെന്ന് ആരോപണമുണ്ടായി, കെട്ടുകഥകൾ വന്നു, ഇല്ല എന്നാണ് കണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അഴിമതി. AI ക്യാമറ അഴിമതി എവിടെ പോയി? ഞങ്ങൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു അഴിമതി ആരോപണത്തിനും കോടതിയുടെ മുന്നിൽ നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, കുഴൽനാടന്മാർ ആ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ആ കേസിനകത്ത് വന്ന വിധികളെല്ലാം ഇടതുപക്ഷത്തിന്റെ കളങ്കമില്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇതുവരെ നോക്കട്ടെ. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇടതുപക്ഷം പറയുന്നു, അത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം എന്താണ്? കുഴൽനാടനെ തള്ളിപ്പോയ കേസ്, ആ തള്ളിപ്പോയ കേസിനകത്ത് പറയട്ടെ അഭിലാഷേ, തള്ളിപ്പോയ കേസിനകത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കീഴ്ക്കോടതി വിധി വന്നിരിക്കുന്നു. ആ വിധിക്ക് മേലെ കടലാസുണ്ട്, ഹാജരാക്കട്ടെ. ഹൈക്കോടതി പോയി, അത് ഞങ്ങൾക്കൊരു അവസരമല്ലേ? ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരിക്കാം. സന്തോഷമാണ്. അതും വരട്ടെ. നമ്മൾ ഇപ്പോഴേ അതിൽ വിധി പ്രഖ്യാപിക്കണം. സന്തോഷത്തോടെ ഞങ്ങൾക്കെതിരെ ഉള്ളതെല്ലാം കഴിഞ്ഞു. സന്തോഷത്തോടെ വിധി പ്രഖ്യാപിക്കേണ്ടല്ലോ. വരട്ടെ. ഒരു വാക്ക് അഭിലാഷ, ഒരു വാക്ക്, ഒറ്റ വാക്ക് ഞാൻ പറയുന്നുള്ളൂ. AI ക്യാമറ, അതുപോലെ K4, ഇപ്പോൾ കുഴൽനാടൻ്റെ കേസ്, ഈ എല്ലാ കേസുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഹൈക്കോടതി പോയതിന് കോൺഗ്രസിനോട് നന്ദി പറയുകയാണ്. കാരണം എന്താണ്? ജനങ്ങൾക്ക് കാണാനൊരു അവസരം വരും. മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ, മുഖ്യമന്ത്രി അപമാനിക്കുമ്പോൾ നിയമവഴികളിൽ സത്യമെന്ത്? ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് സത്യമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ തിരിച്ചു കോടതി പറയാൻ തല കുമ്പിട്ട് സ്വീകരിക്കും. ഞങ്ങൾക്കതിന് മടിയൊന്നുമില്ല. ഞങ്ങൾക്കെതിരെ ആഖ്യാനങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ അത് സത്യമല്ല.